അതിനിടയിലാണ് ഭരണകക്ഷി MLA തന്നെ മുന്നിലേക്ക് വന്നു സർക്കാരിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി, ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGPക്കെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ ആ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ, ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാതെ അതിലും ഇരട്ടത്താപ്പ് നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ ഭരണകക്ഷി MLA പറഞ്ഞ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. സതീശ നേതാവേ, ഇത് എങ്ങോട്ടാ കയറി പോകുന്നേ? കത്തിക്കയറുവാണല്ലോ. അത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗം. നമ്മൾ വീണയിടത്ത് കിടന്ന് ഉരുളും, ഇല്ലേ? ഇങ്ങനെ ഒരുപാട് പരിപാടി ചെയ്യുമല്ലോ. എന്തായാലും വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചോടെ നല്ല ചുറുചുറുക്കോടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നേതാവ്. പോ അങ്ങോട്ട്. എനിക്ക് വേണം അതിന്റെയൊക്കെ ക്രെഡിറ്റ്. ഞാൻ അത് കൊടുക്കില്ല. എന്തിന്റെ ക്രെഡിറ്റ് ആണെന്നല്ലേ ഒന്ന് കേട്ടാലോ? ഞാൻ പറയുന്നത്, ഈ സെപ്റ്റംബർ 4-ാം തീയതിയാണ് കേരളത്തിലെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടുവന്ന. ആദ്യം നിഷേധിച്ചു 2 കൂട്ടരും, പിന്നെ സമ്മതിച്ചു. 21 ദിവസത്തിന് ശേഷം ഒരു അന്വേഷണമാണ്. നേരത്തെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വ്യക്തിപരമായി കണ്ടാണ്, അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി. ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു 21 ദിവസം കഴിഞ്ഞതിന് ശേഷം. അത് പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഉന്നയിച്ച ആരോപണമല്ല, സാരമില്ല. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല. അത് സാധാരണ നിലക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ഗൗരവമായി അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ. അല്ല ഞാൻ പറഞ്ഞത് ആധികാരികമായ ഒരു റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ്. കൂടിക്കാഴ്ച അറിഞ്ഞിട്ടും അന്വേഷണം നടത്തിയില്ല എന്നാണ് നേതാവിന്റെ പരാതി. അതൊന്ന് കേട്ടാലോ നമുക്ക്? ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയോ? DGP ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി DGPയെ വിളിച്ചത്? ഉടനെ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയെ പറ്റുള്ളൂ. അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം ഇതൊരു ഇപ്പൊ ആരോ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്താൻ ഇതൊരു ക്രൈമല്ലല്ലോ, ഇതൊരു IPC പ്രകാരമുള്ള ഒരു ക്രൈമല്ലല്ലോ. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അലിഗേഷനാണ് ഉന്നയിച്ചത്. സതീശ നേതാവേ, ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, അങ്ങയുടെ പാർട്ടിയിലുള്ള K മുരളീധരൻ. അറിയില്ലേ, ഇവിടെ തൃശ്ശൂർ തോറ്റ പുള്ളിയെ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഭരണപക്ഷത്തെ കരിവാരിത്തേക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം പാർട്ടിയിലെ കരി കഴിവാൻ നല്ലതായിരിക്കും കേട്ടോ സതീശ. ഇപ്പൊ എങ്ങനെ ാലോ?